ബ്രേക്ക്ഫാസ്റ്റിന് ലാപ്സിയും കൊണ്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതായത് നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള. അതിനായിട്ട് ഞാനിവിടെ കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതായിട്ട് അരിഞ്ഞതും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ നട്ട്സ് ഉപയോഗിക്കാമോ അതൊക്കെ ഉപയോഗിക്കാം. അതൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അര കിലോ ലാപ്സി ഇതിൻ്റെ അകത്തിട്ട് ഈ നെയ്യിൻ്റെ അകത്തിട്ട് നന്നായി ഒന്ന് വറക്കണം, നല്ലൊരു മണം വരുന്നിടം വരെ. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 3 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിലടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഞാൻ വിസിലൊക്കെ അടിച്ചെടുത്ത് എന്നിട്ട് ഞാൻ വേറൊരു പാനിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലേ, ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക ചതച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച് അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബാക്കി ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഞാൻ 3 അച്ചെടുത്തെന്നും പറഞ്ഞ് കട്ട എടുത്തെന്നും പറഞ്ഞ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാമേ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നീട് കുടിക്കാനൊക്കെ വെള്ളം ക്യാനിൽ ഒഴിച്ച് വെച്ചു. അതിനുശേഷം കുടിക്കാൻ വെള്ളം തിളപ്പിക്കണമായിരുന്നു, അതെല്ലാം ചെയ്തു. പിന്നെ ഒരു അവിയൽ വെക്കാമെന്ന് വെച്ച്. ഇവിടുത്തെ അവിയലെന്ന് പറയുന്നത് സാധാരണ നമ്മൾ അരപ്പൊക്കെ ചതച്ച് എടുത്ത് പുരട്ടിയെടുക്കുന്ന അവിയൽ പോലല്ല, ഇച്ചിരി ലൂസായിട്ടുള്ള അവിയലാണ്. കാരണം ഇവിടെ പിള്ളേർ ഈ കഷ്ണങ്ങളൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതൊന്ന് നന്നായി വേവിച്ച് അതിൻ്റെ ചാറാണ് അവർ കൂടുതലും എടുക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം കുക്കറിലൊന്ന് വേവിച്ചിട്ട് ഉരുളിക്കകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുരിങ്ങയ്ക്ക ചേർത്തത്. എന്നിട്ട് അരപ്പ് ഞാൻ നല്ലപോലെ ചതച്ചല്ല എടുക്കുന്നത്, ഇച്ചിരി നന്നായിട്ട് അരച്ചെടുക്കും. അരപ്പിനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായി അരച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് കുറച്ച് നേരം ഒന്നിവിടെ കിടക്കട്ടെ. അതൊന്ന് ആ മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരണം. ഈ അരപ്പൊക്കെ ഇതിൻ്റെ അകത്തൊന്ന് പിടിക്കണം. അപ്പോൾ കഞ്ഞിക്ക് അരി കുറച്ച് ലേറ്റായിട്ട് ഇട്ടാൽ മതിയായിരുന്നു. കാരണം ഇന്നലത്തെ അരി വെച്ച് വറുത്തത് അവിടെ ഉണ്ട്. ഇനി സാവകാശം അരി ഇട്ടാൽ മതി, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അരി ഇട്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൈരൊന്ന് ഉടച്ചെടുത്തായിരുന്നു മോരുകറിക്ക് വേണ്ടി. അപ്പോൾ കടുക് വറുക്കാൻ നേരം ഞാൻ കുറച്ച് ജീരകം കൂടെ പൊട്ടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പം കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇച്ചിരി ലിക്വിഡായിട്ടിരിക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരമാണ് ഇത് നന്നായി ഇച്ചിരി കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. കുറച്ച് ഞാനെടുത്തങ്ങ് മാറ്റി. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടേ.